Hey guys, it's me, MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിന്റെ പ്രിയപ്പെട്ട +1 വിദ്യാർത്ഥികളെ +1 അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ്. നിങ്ങൾ കാത്തിരുന്ന ഒരുപാട്, അതായത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്കൂളുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഫലം പോലെ തന്നെയാണ് +1 അലോട്ട്മെന്റ്. ജൂൺ 4-ാം തീയതി തിരഞ്ഞെടുക്കുമെങ്കിലും അത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലുള്ള വോട്ട് ഫലമാണെങ്കിൽ ജൂൺ 5-ാം തീയതി നമ്മുടെ അലോട്ട്മെന്റിന്റെ തിരഞ്ഞെടുപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളുടെ മുമ്പിൽ ധാരാളം സീറ്റുകളുണ്ട്, ധാരാളം സീറ്റുകളുണ്ട്, ധാരാളം പ്രയോറിറ്റീസ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് നിങ്ങളിലേക്ക് MS സൊല്യൂഷൻ നിലവിൽ ഷെയർ ചെയ്യുന്നത്. ഇത്തരം വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. സോ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ +1 അലോട്ട്മെന്റിന്റെ ഫസ്റ്റ് HSC ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ സ്റ്റേറ്റ് സിലബസ് പ്രകാരമുള്ള കേരള DHSCയുടെ അലോട്ട്മെന്റ്, ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നത് ജൂൺ 5-ാം തീയതിയാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ അതേ ദിവസം തന്നെയാണ് ജൂൺ 5 ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ VHSCയുടെ റിസൾട്ടും കൂടി പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അതേ ദിവസം തന്നെയാണ് സ്പോർട്സ് കോട്ടയുടെ റിസൾട്ട് ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത്. ഇനി ജൂൺ 12-ാം തീയതിയാണ് നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഫോമിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ റിസൾട്ട് വരുന്നത്. കമ്മ്യൂണിറ്റിയുടെ അഡ്മിഷൻ ആരംഭിക്കുന്ന ഡേറ്റ് ജൂൺ 12-ാം തീയതിയാണ്. എന്നാൽ കമ്മ്യൂണിറ്റിയുടെ ഫോം സ്കൂളുകളിൽ നിന്ന് വിതരണം ചെയ്യേണ്ടതും സ്കൂളുകാർ വാങ്ങി എൻട്രി ചെയ്യേണ്ടതും ജൂൺ 2-ാം തീയതി നാളെ മുതൽ സ്റ്റാർട്ട് ജൂൺ 2 ഇന്നല്ലേ സാർ? ജൂൺ 2 ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. ജൂൺ 2 മുതൽ ജൂൺ 10 വരെയാണ്. ജൂൺ 2 മുതൽ 10 വരെയാണ് മിനിമം എന്ത് ചെയ്യുന്നത്, നമ്മുടെ അലോട്ട്മെന്റ്. നിങ്ങൾ സ്കൂളിൽ പോവുക, കമ്മ്യൂണിറ്റിയുടെ ഫോം വാങ്ങുക, ഫില്ല് ചെയ്യുക, അവരെ ഏൽപ്പിക്കുക, പരിപാടി കഴിഞ്ഞു. ഇത് ജൂൺ 2 മുതൽ നിങ്ങൾക്ക് ഏത് ദിവസം വേണമെങ്കിലും സ്കൂളുകളിലേക്ക് പോകാം. എന്റെ തൊട്ടടുത്ത പല എയ്ഡഡ് സ്കൂളുകളിലും കമ്മ്യൂണിറ്റിയുടെ ഫോം ഓൾറെഡി കുട്ടികൾക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഫോം വാങ്ങി ഫിൽ ചെയ്ത് അവർ വാങ്ങി വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സാർ അവർ നേരത്തെ വാങ്ങി വെച്ചത്? കാരണം ഒരുപാട് ഫോമുകൾ ഈ ജൂൺ 2-ന്റെയും 10-ന്റെയും ഇടയിലായിട്ട് ടീച്ചേഴ്സിന് എന്ത് ചെയ്യണം, എൻട്രി ചെയ്യണം, ഡാറ്റ എൻട്രി അലോട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, കമ്മ്യൂണിറ്റിയുടെ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും കുട്ടികൾ ഈ സ്കൂളുകളിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് എന്ന് അവരുടെ അലോട്ട്മെന്റിന്റെ നമ്പർ വെച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ, അലോട്ട്മെന്റിൻ്റെത് അപ്ലൈ ചെയ്യാൻ. അതുകൊണ്ട് അത്രയും ബൾക്കായിട്ട്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എൻ്റെ വീടിനടുത്തുള്ള ഒരു MJ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട്. അവിടെ ആയിരക്കണക്കിന് കുട്ടികൾ SSLC കഴിഞ്ഞ് ഇറങ്ങുന്നുണ്ട്. അത്രയും കുട്ടികളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, കമ്മ്യൂണിറ്റിയുടെ ഫോം ആ സ്കൂളുകളിൽ നിന്ന് വാങ്ങി ഫിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ നേരത്തെ തുടങ്ങിയാൽ ഈ ജൂൺ 2-ന്റെയും 10-ന്റെയും ഇടയിലുള്ള സമയത്താണ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പാൾ ത്രൂ അതെന്ത് ചെയ്യേണ്ടത്, സ്കൂളുകളിലെ സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പൊ എന്ത് ചെയ്യാം, നേരത്തെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നേരത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാം. അല്ലാതെ നേരത്തെ കൊടുത്തത് കൊണ്ടോ നിങ്ങൾ നേരം വൈകി ചെന്നത് കൊണ്ടോ ഒരു പ്രശ്നമില്ല. ജൂൺ 2 മുതൽ ജൂൺ 10 വരെയുള്ള സമയ ഇടവേളകളിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ സ്കൂളിൽ പോയി ഫോം ഫിൽ ചെയ്ത് കൊടുത്താൽ മതി. കാരണം കമ്മ്യൂണിറ്റിയുടെ അലോട്ട്മെന്റും നടക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലല്ല, നിങ്ങളുടെ ഫുൾ A+, 9A+, 8A+ ഒന്നും നോക്കിയല്ല. എങ്ങനെയാണോ HSCയുടെ അലോട്ട്മെന്റ് നോക്കുന്നത്, അതേ സിസ്റ്റം തന്നെ WGPA ത്രൂ ആണ് നിങ്ങൾക്ക് ആ സ്കൂളുകളിലേക്ക് കമ്മ്യൂണിറ്റിയുടെ സീറ്റ് ലഭിക്കുന്നത്. ഓക്കെ, സോ ഈ ജൂൺ 5-ാം തീയതി നിങ്ങളുടെ മുമ്പിൽ 3 അലോട്ട്മെന്റുകൾ വരുന്നുണ്ട്. ഒന്ന് ഫസ്റ്റ് അലോട്ട്മെന്റ് HSC ആണ്, 2 ഫസ്റ്റ് അലോട്ട്മെന്റ് VHSC ആണെങ്കിൽ 3 ഫസ്റ്റ് അലോട്ട്മെന്റ് സ്പോർട്സ് ആണ്. സോ ഇതിൽ ഏതിലാണോ നിങ്ങൾക്ക് ലഭിക്കുന്നത്, ഇതിൽ ഇനിയിപ്പോ 3 കിട്ടിയെന്ന് കൂട്ടുക, അല്ലെ 2 മിനിമം കിട്ടിയെന്ന് കൂട്ടുക. നിങ്ങൾ ഏത് സ്കൂളിലാണോ നിങ്ങൾക്ക് കിട്ടിയത് അതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചെന്ന് ജോയിൻ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടിക്ക് HSCയിലും സീറ്റ് കിട്ടി, VHSCയിലും സീറ്റ് കിട്ടി, HSCയിലും കിട്ടി, VHSCയിലും കിട്ടി. അപ്പൊ ഈ കുട്ടി എന്ത് ചെയ്യണം, ഈ കുട്ടിക്ക് എവിടെയാണോ പോകാൻ താല്പര്യം അവിടെ, ഇപ്പൊ VHSCയിലാണെങ്കിൽ VHSCയിൽ ചെല്ലുക, അവിടെ ചെന്നിട്ട് ജോയിൻ ചെയ്യുക. ടെമ്പററി എങ്കിൽ ടെമ്പററി, പെർമനന്റ് എങ്കിൽ പെർമനന്റ്, താൽക്കാലികം എങ്കിൽ താൽക്കാലികം, സ്ഥിര പ്രവേശനമെങ്കിൽ സ്ഥിര പ്രവേശനം. അതിലേതാണോ നിങ്ങൾക്ക് താല്പര്യം അത് ജോയിൻ ചെയ്യുക. ആ സമയത്ത് എന്ത് ചെയ്യും, HSCയുടെ സീറ്റ് ക്യാൻസൽ ആയി പോകും. തിരിച്ചാണെങ്കിൽ അങ്ങനെ ഉണ്ടാവട്ടെ, വിശ്വാസ മോഡലാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞു തരാം. ഇപ്പൊ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ജൂൺ 5-ാം തീയതി ഈ 3 അലോട്ട്മെന്റുകൾ വരും. ഇതിൽ സ്പോർട്സിന് അംഗീകൃതമുള്ളവർക്ക് മാത്രമേ കൊടുക്കാൻ കഴിയുണ്ടായിരുന്നുള്ളൂ. അതുപോലെ HSC മാത്രം കൊടുത്തവരുണ്ടാവും, അവർക്ക് VHSC ഉണ്ടാവില്ല. HSCയും VHSCയും കൊടുത്തവർക്കൊക്കെ കൂടുതൽ ഓപ്ഷൻസുകൾ, ഇഷ്ടം ഏത് ഭാഗത്തേക്കാണോ ആ ഭാഗത്തേക്ക് മാറാം. പിന്നെ ജൂൺ 12-ാം തീയതിയാണ് കമ്മ്യൂണിറ്റിയുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് വരുന്നത്. അപ്പൊ അവിടെയും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ജൂൺ 5-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് വന്നു, ഒരു കുട്ടിക്ക് ഒരു സ്കൂളിൽ കിട്ടി. പിന്നെ കമ്മ്യൂണിറ്റിയുടെ അലോട്ട്മെന്റ് ജൂൺ 12-ാം തീയതി വന്നു, അപ്പൊ എന്ത് കിട്ടി,
ആ ഒരു സ്കൂളിലും കിട്ടി. അപ്പൊ എങ്ങനെ ഇവിടുന്ന് മാറാൻ കഴിയോ, അല്ലെങ്കിൽ ഇവിടെ ജോയിൻ ചെയ്യുന്നതോടുകൂടി കമ്മ്യൂണിറ്റി ഫോം ക്യാൻസൽ ആയി പോവോ, അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട്. അതൊക്കെ ഞാൻ പിന്നീട് നിങ്ങൾക്ക് ഓരോ വീഡിയോകളിലൂടെയും പറഞ്ഞു തരാം. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പറയണം കേട്ടോ. പിന്നെ ജൂൺ 12 മുതൽ 22 വരെയാണ് മാനേജ്മെന്റിന്റെ അലോട്ട്മെന്റ് നടക്കുന്നത്. ജൂൺ 12 അലോട്ട്മെന്റ് അല്ലാതെ ഒരു അഡ്മിഷൻ പ്രോസസ്സാണ്. നിങ്ങൾ പ്രത്യേകിച്ച് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, WGP അടിസ്ഥാനമൊന്നുമല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാനേജ്മെന്റ് സ്കൂളിൽ പോകാൻ റെഡി ആണെങ്കിൽ നിങ്ങൾ ജൂൺ 12 തീയതി മുതൽ 22-നുള്ളിൽ അവിടെ ചെന്നിട്ട് ജോയിൻ ചെയ്യണം. ഓക്കെ, സോ തീർച്ചയായിട്ടും നിങ്ങൾ അലോട്ട്മെന്റുകൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചെന്നാലും മതി. ജൂൺ 22 ആകുമ്പോഴേക്ക് നിങ്ങൾ ആ മാനേജ്മെന്റ് സ്കൂളിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനി അവരും പറയും മാനേജ്മെന്റ് സീറ്റ് ഇല്ല, എല്ലാവരും വാങ്ങി എന്നൊക്കെ പറയുകയാണെങ്കിൽ അവിടേക്കാണ് ഈ സ്ട്രഗ്ലിങ് വരിക. സീറ്റ് ഇല്ലാത്ത പ്രതിസന്ധികൾ എല്ലാ വിഭാഗത്തിലും ഉണ്ട്. അത് മെറിറ്റിൽ സീറ്റ് ഇല്ല, കമ്മ്യൂണിറ്റിയിൽ സീറ്റ് ഇല്ല, മാനേജ്മെന്റിൽ സീറ്റ് ഇല്ല, സ്പോർട്സിൽ സീറ്റ് ഇല്ല, ഒന്നിലൂടെ സീറ്റ് ഇല്ല. പക്ഷെ എന്തുണ്ട് എല്ലാ വർഷവും എക്സ്പെൻസുകൾ കേരളത്തിന് നന്നായിട്ട് വരുന്നുണ്ട്. ഇൻകം വളരെ കുറവാണ്. ഇങ്ങോട്ടാണ് അറിയില്ല, ഒന്നും അറിയില്ല. എന്തായാലും നമുക്ക് കണ്ടുമുട്ടാം, ഏറ്റുമുട്ടാം. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട കുട്ടികൾക്ക് എന്ത് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിലും എല്ലാം ഒന്നുകിൽ നിങ്ങൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ചാനലിൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യാട്ടോ. വീണ്ടും കാണാം. ഇറ്റ്സ് മീ എം സൊല്യൂഷൻസ്. ഇനി എന്തിനു വേറെ സൊല്യൂഷൻസ്. ബൈ.